അപ്പൊ ഗൈസ് നമ്മൾ ഇന്ന് കളിക്കാൻ പോണ ഗെയിം എന്താണെന്ന് വെച്ചാൽ ഗ്രാനി 1 തന്നെയാണ്. ഗ്രാനി 1 കാർ എസ്കേപ്പ് ആണ്. നമ്മളത് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പൊ ഇന്ന് കാർ എസ്കേപ്പ് ആയിരുന്നു. നമ്മൾ പറഞ്ഞായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ 100 സംതിങ് ലൈക്ക് കിട്ടുകയാണെങ്കിൽ നമ്മൾ കാർ എസ്കേപ്പ് ചെയ്യായിരുന്നു. അപ്പൊ 100 അല്ല 300 ലൈക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഇന്നത്തെ ടാർഗറ്റ് 300 ലൈക്കാണ്. 300 ലൈക്ക് ആവുകയാണെങ്കിൽ നമ്മൾ ഗ്രാനി 2 ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാൻ മടുപ്പിക്കുന്നില്ല. അതിന് മുമ്പ് എല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ ഞാനാണ് ഈ ഗ്രാനിയൊക്കെ കളിക്കുന്നത്. സ്പൈഡർ റൂമിലെ ഭാഗമൊക്കെയാണ് ഇവള് കളിക്കുന്നത്. അപ്പൊ എന്തായാലും ഇവളാണ് ഇപ്പൊ ഗ്രാനി കളിക്കുന്നത്. നോക്കാം, എനിക്ക് പിന്നെ കളിച്ച് പഠിക്കണ്ടേ. ശരി, ഞാൻ ഇവളുടെ കൈ തന്നെ കൊടുത്തേട്ടെ, എനിക്ക് പേടിയൊന്നും. ഗൈസ് സൈഡിൽ തന്നെ നമ്മുടെ ബുക്ക് ഇരിപ്പുണ്ട്. അപ്പൊ ഗൈസ് ഡേ 1 സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പൊ നമ്മള് എന്നത്തെയും പരിപാടി പോലെ ഗ്രാനി വിളിക്കാൻ തന്നെ പോവുകയാണ്. തട്ടി തട്ടി ഇടുന്ന ഗ്രാനി വരും. ഗൈസ് ഗ്രാനി വരുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. ഗ്രാനി വരട്ടെ. ഗ്രാനി വരുമ്പോ നമുക്ക് ഇവിടെ ഗ്രാനി എങ്ങോട്ടാണ് പോണെന്ന് നോക്കിയിട്ട് നമുക്ക് വേറെ എങ്ങോട്ടെങ്കിലൊക്കെ പോവാം. വരുന്നുണ്ട്. നമ്മളിവിടെ ഉണ്ടെന്ന് ഗ്രാനി അറിയരുത്. ഓക്കെ ഗൈസ്, നമ്മളെ പ്ലാൻ സക്സസ് ആവാൻ. ഓക്കെ ഗ്രാനി, ഓക്കെ ഗ്രാനി പോയി. നമുക്ക് എന്നത്തെ പോലെ ട്രാപ്പ് തന്നെയാണ് ഗൈസ് ഫസ്റ്റ് പരിപാടി. ഓക്കെ അത് നമുക്ക് ആവശ്യമുള്ള കാര്യമാണ്. പക്ഷെ ഇപ്പൊ അവള് വരോടി, ഇപ്പൊ വരും ഗൈസ്. അപ്പൊ ഗൈസ് ഇപ്പൊ അവള് വരുമ്പോ നമുക്ക് അവളെ കൊണ്ട് ട്രാപ്പിലാക്കി നമുക്ക് ഈ റെഞ്ച് കൊണ്ട് അവിടെ ഇട്ടിട്ട് വരാം കേട്ടാ. ഓ കണ്ട് ഗൈസ്, കണ്ട് പൊക്കോളൂ. നമുക്ക് നേരെ കാറിന്റെ വഴി പോയിട്ട് അവൾക്കൊരു ട്രാപ്പ് തന്നെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നേരെ നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കാം. എടുക്കണ്ട, നീ പോ ഗൈസ്. നമ്മൾ സൗണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഗ്രാനി വരുമ്പോ പൊന്നാമച്ചി പെട്ടെന്ന് തന്നെ വന്ന്. ഈ കൊട ഞാൻ അതിനാണ്. അയ്യോ, ഈ കൊട എടുത്തിന് ഒരു കാരണമുണ്ട്. ഈ സമയം ഇനി വരുന്ന എനിക്കറിയാം. നമുക്ക് ഈ സ്ക്രൂ ഡ്രൈവർ എടുക്കാം. ഞാൻ ചെറിയൊരു ഗ്ലിച്ച് ഉപയോഗിച്ച് എടുക്കാന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, കണ്ട ഗൈസ് സ്ക്രൂ ഡ്രൈവർ തറ കിടപ്പുണ്ട്. സ്ക്രൂ ഡ്രൈവർ നമുക്ക് എന്താണ് നോക്കാം. പാഡ്ലോക്ക് ചെയ്യാൻ മതിയായിരുന്നു. കാണാം, നമുക്ക് അതാണ് ആവശ്യം. ഓ, എൻ്റെ ഇടയ്ക്ക് ട്രാപ്പൊക്കെ വെച്ച് ഗ്രാനി വിചാരിച്ച് ഇവിടെയാണ് നമ്മളുള്ളത് കേട്ടാ. കള്ളി ഗ്രാനി. 2 മിനിറ്റ് ഞാൻ സമയം വെച്ചിട്ടുണ്ട്. അവള് കാണിച്ചു കേട്ടാ. നമുക്ക് ഇവിടെ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. നമുക്ക് നേരം പിന്നെ റഞ്ച് കിട്ടിയിട്ടുണ്ടോ, എഞ്ചിൻ പാർട്ട് കിട്ടിയ അതിന്റെ കാര്യം ഇതായി. ഇപ്പൊ എനിക്ക് പെട്ടെന്ന് എന്റെ പൊന്നെ പൊളിയടാ. നമുക്ക് അത് ഇതുകൊണ്ട് വെച്ചിട്ട് വരാം. സ്ക്രൂ ഡ്രൈവറിൽ എന്തെങ്കിലും കൊണ്ടാ നോക്കാം. മിക്കവാറും പാഡ്ലോക്ക് കീ ആയാൽ കൊള്ളാം. റെസ്റ്റ് എങ്ങാനും ആണെങ്കിൽ ഓക്കെ, നമുക്ക് നോക്കാം. അതിന് 2 സാധനങ്ങൾ വേണ്ടേ? അതൊന്നും കിട്ടാൻ തോന്നുന്നില്ല. എന്തായാലും കാർക്കി എടുത്തിട്ട് നമുക്ക് ഇതങ്ങ് തറയെ കളയാം. കാർക്കി ഇതവിടെ ഇരിക്കട്ടെ. നമുക്ക് ഇനി 2 ഇതും കൂടിയൊക്കെ കിട്ടിയിട്ട് മതി. നോക്കണം, ഇടയ്ക്കിടയ്ക്ക് സമയം. 1 മിനിറ്റ് ആയി കേട്ടാ. എങ്കിലും 2 മിനിറ്റ് ആവട്ടെ. 2 മിനിറ്റ് ആകുമ്പോൾ ഒന്നും കൂടി ട്രാപ്പ് എടുത്ത് പെട്ടെന്ന് വെപ്പൻ കീ കിട്ടിയാൽ കൊള്ളാന്നുണ്ട് അല്ലേ? പെട്ടെന്നൊന്ന് വെപ്പൻ കീ കിട്ടണം. അതാകുമ്പോൾ അവളെ നമുക്ക് കുറേ നേരം വെടിവെച്ചുകൊണ്ട് മെലനകത്ത് പാഡ്ലോക്ക് ഉണ്ടാവും. ഇല്ലെങ്കിൽ എവിടെ ആയിരിക്കും മെലനകത്ത് സാധന. ഓ, ഹാമർ. എന്റെ പൊന്നെ, എന്താ കോളടിച്ചാടേ. ഹാമർ കിട്ടിയ ഗ്യാസിൽ വീണാണോ? വീണിട്ടുണ്ട്. പൊളിച്ച്. എത്ര മണി? 1 മിനിറ്റ് 29 ആയി ഗൈസ്. ഗ്രാനി വരേണ്ട സമയം ആവാറായി. 1 മിനിറ്റ് 2 മിനിറ്റ് കൂടി ആയിക്കോട്ടെ. അവള് വരാറായാടേ. വരാറായി. നടക്കാൻ സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ട് ഗൈസ്. നമ്മളെ ഹെർട്ട് ബീറ്റിന്റെ സൗണ്ടും കൂടി ഉണ്ട്. വന്ന് കാത്തിരുന്ന് കാണാ. പൊന്നമ്മച്ചി വന്ന് ഗൈസ്. നമുക്കിതങ്ങ് ഡ്രോപ്പ് ചെയ്യാം. അപ്പൊ അവിടെ കണ്ടില്ല നമ്മളാ. വേറെ അറിയുമെന്ന് പറഞ്ഞ തിരിച്ച് അങ്ങോട്ട് തന്നെ കയറിപ്പോയി. ഇവിടെ നമ്മൾ ഗ്രാനിയെ തട്ടി വിളിക്കുന്നു. അപ്പൊ ഗ്രാനി ഇവിടെ കൂടെ വന്നിട്ട് മണ്ടേ കയറി പോകുമ്പോ നമുക്ക് ആ പ്ലാൻ ഉപയോഗിക്കാം. മണ്ടേ പോയെന്ന് ഉറപ്പ് വരുത്തി. ഇതിനെ പറ്റിയോടെ അവിടെ വരാൻ. അയ്യോ, അതെടുത്തതും ഇല്ല. വരുന്നുണ്ട് ഗൈസ്. ഞാൻ റഞ്ചും കൂടി കൊണ്ടിവിടെ ഇട്ടേക്കാട്ടാ. കയറിപ്പോട്ടെ. പെട്ടെന്ന് നടക്കാൻ വേണ്ടി എനിക്ക് ഈ വഴി ഇത്തിരി പേടിയാ. രക്ഷപ്പെട്ട്. പേടി ഈസ് നോട്ട് പേടി. വെപ്പൻ കീ കിട്ടണേ. അയ്യോ, കിട്ടിയില്ല. ഇനി എവിടെ പോയി വെപ്പൻ കീ കിട്ടാനാണ്? ഇവിടെ ഷോട്ട് ഗൺ ഉണ്ട് ഗൈസ്. ഷോട്ട് ഗൺ ആദ്യം കൊണ്ട് വെക്കാതെ നല്ലത് കേട്ടാ. ഗൈസ് ഗ്യാസ് വരെയും കൊണ്ട് വെച്ചിട്ട് വരാം. ഈ പെപ്പർ സ്പ്രേ അത്ര ഉപയോഗം ഇല്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് അതങ്ങ് നോക്കണ്ട. ഇവിടെയാണെങ്കിൽ വെപ്പൻ കീ കിട്ടേണ്ടതായിരുന്നു. 2 മിനിറ്റ് ഒരാളെ സമയം ഗൈസ്. 2 മിനിറ്റ് ആയില്ല. 1 മിനിറ്റ് 40 കണ്ടോളൂ.
ചിലപ്പോൾ അവിടെ കാർബേറ്റർ കിട്ടാൻ സാധ്യത ഉണ്ട്. 1:45 ഈ 2 മിനിറ്റായി. വരും. വെറും 2 മിനിറ്റായി. ഇപ്പൊ അവള് വരും. അപ്പൊ അവള് വരുമ്പോൾ നമുക്ക് അവിടെ ഒന്നുകൂടി ട്രാപ്പിലാക്കാവേ. കളിച്ച് ഇനി എന്ന് പഠിക്കാൻ ഞാൻ ഇതും കൂടി കഴിഞ്ഞാൽ ഈ ഗെയിം ഡിലീറ്റ് ആക്കും. എനിക്ക് തല ഇറങ്ങണത്. വന്നിട്ട് അവള് കയറി പോട്ടെ. ഇത് ഈ ലെവലിനല്ലേ നടക്കത്തില്ല കേട്ടാ. ഓക്കെ, പെണ്ണ് കയറിപ്പോണുണ്ട്. പെണ്ണ് അവളെ കയറിപ്പോയിട്ട് നമുക്ക് അവിടെ പെട്ടെന്ന് ട്രാപ്പിലാക്കണേ. എന്നിട്ട് ആ ഹാമർ എടുത്തോണം. എനിക്കിതേ ഉണ്ടാക്കാൻ അറിയുള്ളൂ. കയറിപ്പോയാ. ഓക്കെ സമയം വെച്ചോ. എനിക്ക് വയ്യ. നമ്മളെന്തൊരു ഭാഗ്യമാണ്. നമുക്ക് കാർബേറ്റർ ഇട്ടാൽ റിമോട്ട് കൺട്രോൾ ഞാൻ അങ്ങോട്ടങ്ങ് ഇട്ടുപോയി. ഇത് വെച്ച് ആദ്യം കാര്യങ്ങളൊക്കെ നോക്ക്. ഇതിപ്പോ ഗ്രാനിയുള്ള സമയത്താണ് കയറിയെങ്കിൽ ഞാൻ പിന്നാലെ വന്നേനെ. ഇവിടെ ഉണ്ട്. ഇവിടെയും തുറക്കാനുണ്ട് ഗൈസ്. ഇവിടെയൊക്കെ നമുക്ക് തുറന്നു നോക്കാം. ഹാമർ പിന്നെ നമുക്ക് കുറെ ഉപയോഗങ്ങളുള്ള കാര്യമല്ലേ. അവിടെ ഷോർട്ട് ഗണ്ണിന്റെ ബാക്കി പാർട്ടുണ്ട്. കട്ടിംഗ് പ്ലേസ് കിട്ടിയില്ല. പ്ലേസും കൂടി കിട്ടണം. അതിനി അവിടെ നോക്ക്. അവിടെ എന്താണ്? മീറ്റാണ്. ഓക്കെ ഗൈസ്, ഹാമർ വെച്ച് കാക്കക്കൂട്ടിൻ്റെ ഒരു സൈഡും കൂടി ഉണ്ട്. അതും കൂടിയല്ലേ ഉള്ളൂ. ഇതെന്തോടെ ഇത് ഞാൻ വന്ന് ചിലപ്പോൾ ഇതിൽ നമ്മൾ തട്ടി വെപ്പൻ കിട്ടാ പിന്നെ പൊളിച്ചില്ലേ. ഇവിടെ ഒരു കോകൂല് കിട്ടി. മറ്റേ കോകൂല് എന്തായാലും സ്പൈഡർ റൂമിലായിരിക്കും. എഞ്ചിൻ പാർട്ടേ പൊളിച്ച് ഇത്രയല്ലേ ഉണ്ടോ? അവളൊന്നും ട്രാപ്പിലാക്കാൻ പോവേണോ? ട്രാപ്പിലാക്കണം. ചിലപ്പോൾ മണ്ട പോയിരിക്കണം. ഓക്കെ ഗൈസ്, കറക്റ്റ് 2 മിനിറ്റ് ആയിട്ടുണ്ട്. അയ്യോ, ഇവിടെ നിന്ന് എനിക്ക് സൗണ്ട് ഉണ്ടാക്കാനൊന്നും ഇല്ല. പോയി എടുത്തിട്ട് വേണ്ട സൗണ്ട് ഉണ്ടാക്കാൻ. ഇതിൽ സൗണ്ട് ഉണ്ടാക്കുക. ഒരു സാധനം, ഒരു ഗേറ്റ് പോലത്തെ എന്തൊരു സാധനം തട്ടി മറിച്ചിട്ട് നമ്മളെ സൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, പൊന്നമ്മച്ചി വന്നിട്ടുണ്ട്. കണ്ട ഇങ്ങനെയാണ് ഇറങ്ങി വരണ. കണ്ട് ഗൈസ്, കണ്ട ഇറങ്ങി വരണ. കണ്ട് ഗൈസ്, കണ്ട പ്രശ്ന. ഇനി എനിക്ക് ഇച്ചിരി ഓക്കെ ഗൈസ്, ഞാൻ സൗണ്ട് ഉണ്ടാക്കിയിട്ടാണ്. നമ്മളെ ഗ്യാസ് കഴിഞ്ഞാകുമ്പോൾ പിന്നെ ആവശ്യമില്ലല്ലോ. ഹാർഡ് മോഡിൽ നമുക്ക് പിന്നെ ഒരു വട്ടം ട്രൈ ചെയ്യാം. നമുക്കിപ്പോ മോഡിലൊക്കെ വിത്തൗട്ട് കില്ലിങ്. എന്റെ പൊന്നെ, നമ്മളിതിപ്പോ ഇങ്ങനെ ട്രാപ്പിലൊക്കെ ആക്കിക്കൊണ്ടാ രക്ഷപ്പെടുന്നത്. അല്ലാതെ ഒന്നും പറ്റൂല. അല്ലാതെ നമുക്ക് പഠിച്ചു അവസാനം. നമ്മൾ ഈ ഗ്രാനി സ്റ്റാർട്ട് ആക്കിയതേ ഉള്ളൂ. ആദ്യം ഈ ഗ്രാനിക്ക് ഇങ്ങനെ കളിച്ചു തുടങ്ങിയത്. റിമോട്ട് കൺട്രോൾ വെച്ച് നോക്കാം. അപ്പൊ ചിലപ്പോൾ റിമോട്ട് കൺട്രോൾ വെച്ച് നോക്കി ചിലപ്പോൾ കാർബേറ്റർ കിട്ടാൻ സാധ്യത ഉണ്ട്. പെപ്പർ സ്പ്രേ എന്തായാലും ഉണ്ടാവും. കാർബേറ്റർ ഉണ്ടായിരിക്കണേ. വുഡൻ സ്റ്റിക്ക് അല്ലാത്ത സമയത്ത് വുഡൻ സ്റ്റിക്ക് കാപ്പിയപ്പോ ഒന്നും കിട്ടിയില്ല. അടങ്ങ്. അയ്യോ ഗൈസ്, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടാനുണ്ട്. നമുക്ക് ഒരുപാടല്ല, കാർബേറ്ററിയും മറ്റേ സാധനം കൂടി കിട്ടിയാൽ മതി. പിന്നെ പാഡ്ലോക്ക് കീയും അത്രയും കൂടി. കാർബേറ്റർ മിക്ക അറിയാം സ്പൈഡർ റൂമിലായിരിക്കും ഞാൻ പറയുന്നത്. 1 മിനിറ്റ് 4 ആയി. നമുക്ക് പെട്ടെന്ന് സ്പൈഡർ റൂമിലോട്ട് പോവാം. മറ്റു കോകൂല് എവിടെ നിന്ന് കിട്ടിയ? അത് കാക്കക്കൂട്ടില്. അത് നമുക്ക് നോക്കാം, പിന്നെ നോക്കാം. അവൾ ഒന്നും കൂടി ട്രാപ്പിലാക്കിയതിനു ശേഷം നോക്കാം. ഇതിപ്പോ 2 മിനിറ്റ് ആവാറായി. ഞാൻ വിചാരിച്ച് പ്ലേ ഹൗസ് ഇവിടെ ഉണ്ട്. മറ്റേ കോകൂല് കാക്കക്കൂല്. ഇതും കൊണ്ട് എവിടെ പോവാൻ പോണ്? ഇരാന് വരാനുള്ള സമയമായ 1 മിനിറ്റ് 41 പോയി ഗൈസ്. ഇവിടെ എന്തെങ്കിലും ട്രാപ്പ് വെച്ചിട്ടുണ്ടെന്നൊക്കെ ആർക്കറിയാം. ആദ്യം ആ പ്ലേ ഹൗസിന്റെ കീ പോയി എടുക്കണം. വീണല്ലേ. പെല്ലോക്ക് കിട്ടിയാൽ മതിയായിരുന്നു ഗൈസ്. പെട്ടെന്ന് ഗൈസ്, നമുക്ക് ഞാൻ എല്ലായിടത്തും വെക്കുന്നുണ്ട്. നമുക്കിനി മറ്റേ കോകൂലും എടുത്തിട്ട് വരാം. പരമാവധി പെട്ടെന്ന് ഞാൻ ആവുന്നുണ്ട്. പ്ലേ ഹൗസ് കീ എടുക്കുന്നുണ്ട്. ചുമ ഗൈസ്, വെറുതെ തട്ടിച്ച് ഹോൾഡർ. പിന്നെ കുറച്ച് പ്രശ്നമാവും അത് നോക്കിയിട്ട്. ഇങ്ങനെ ആക്കുന്നുണ്ട്, അപ്പം മാറ്റുന്നുണ്ട്. പ്രശ്നമില്ലാത്ത നമുക്ക് ഈ പ്ലേ ഹൗസ് കൊണ്ട് വെച്ചിട്ട് അതിനകത്ത് എന്തേരാണ് നോക്കാം. പാരലോക്ക് ആയിരുന്നാൽ മതിയായിരുന്നു. വിളിക്കും. അവിടെ ടിങ് ടിങ് അടിക്കേ. അവള് സൗണ്ട് അടിച്ച് വരട്ടെ. വേറെ എന്തെങ്കിലും ഉണ്ടാവും. അപ്പൊ ഇത് കിട്ടിയില്ല. ഓക്കെ ഗൈസ്, ഞാൻ സൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഗ്രാനി വരണുണ്ട്. ഡൗട്ട് എന്തായാലും ഉണ്ട്. അപ്പൊ എന്തെങ്കിലും പ്ലാൻ ഒപ്പിച്ചിട്ടായിരിക്കും പോണത്. എടി
പേടിച്ചല്ലേ, എന്തുവാ ഇത്? ഓക്കെ, സമയം വെച്ചോ. ഓ, ഞാൻ ഇപ്പൊ പോയെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. എന്നാലും ഇവിടെ കൂടെ തന്നെ കൊണ്ടുപോയി കിട്ടിച്ചു വരാം. സേഫ്റ്റി ഉണ്ടാവും. 2ാം നമ്പർ ഗൈസ്, എല്ലാവരും ഓർത്ത് വെച്ചോ. 2ാം നമ്പർ. ഓക്കെ, സെക്കൻഡ് സമയം ഇപ്പത്തര എന്തൊരു കിട്ടണം നോക്കാം. അയ്യേ, ഇതിന് വേണ്ടിയിട്ടാണ് ഇത്ര നേരം ഇതായത്, വൃത്തിയാട്ടത്. ശേ, ഒരു സമയം പോയത് വെറുതെ. രണ്ട് മിനിറ്റ് ആയി ഗൈസ്. അപ്പൊ ഞാൻ ഇതിനകത്ത് ഒളിച്ചിരിക്കും. എന്നിട്ട് ആ പെണ്ണ് വരുമ്പം ഈ പറ്റുന്നില്ല. ആ പെണ്ണ് വരുമ്പം നമ്മൾ ഇവിടെ കൂടെ താഴെ ചാടുന്നു. എന്നിട്ട് നേരെ പിന്നെ മറ്റേ സ്ഥലത്തേക്ക് പോകും, കാറിന്റെ ഭാഗത്ത്. എന്നിട്ട് അവർക്ക് ഒന്നുകൂടി ട്രാപ്പ് വെച്ചെടുക്കും. ഇത് നമ്മൾ നമ്മുടെ കാര്യം പിന്നെ നോക്കും. സെവറൽ എസ്കേപ്പ് ഉണ്ടല്ലോ, ആ ഭാഗത്ത് പോയിട്ട് അവിടെ നോക്കുമ്പോഴേക്ക് തായ്പൊക്കോ പൊന്നമ്മ വന്നു ഗൈസ്. പെട്ടെന്ന് കറണ്ട് അവിടെ പൊക്കോണേ. ഓക്കെ, എന്നിട്ട് നമ്മൾ സെവർ എസ്കേപ്പിന് ആ ഭാഗത്ത് പോയിട്ട് സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് അവിടെ തുറന്നു നോക്കുന്നു. അവിടെ നിന്ന് പാലൊക്കെ ഇട്ടുന്ന എസ്കേപ്പ് ആകുന്നു. പറയുന്ന രീതി വെച്ചൊക്കെ ഈസിയാണ്, പക്ഷെ ഇത് ഈ സേഫ്റ്റി വെച്ചിട്ട് എന്താണെന്ന് നോക്കേ. അയ്യേ, നമുക്ക് എന്തിനാണ് സ്പൈഡർ റൂം അല്ലേ? സ്പൈഡർ റൂം. ആദ്യം പോയി സ്പൈഡർ എടുത്തിട്ട് നമുക്ക് സ്പൈഡർ റൂമിലോട്ട് പോയി ഇവിടെ എല്ലാടാ നോക്കിയാ നമ്മള്. ഓ, സ്ക്രൂ ഡ്രൈവറും കൊണ്ട് താഴെപ്പോ, അതാ നല്ലത്. ഇത് കൊണ്ടാ എന്ത് ചെയ്യാൻ നിക്കണ? നീ കാര്യം പറഞ്ഞിട്ട് പോ. എവിടെ സ്ക്രൂ ഡ്രൈവർ? താഴെ ആ ഭാഗത്ത്. ഇവിടെ അല്ലേ സ്ക്രൂ ഡ്രൈവർ? വിഷമിച്ച. അപ്പൊ നമുക്ക് ആദ്യം സ്പൈഡർക്ക് കൊണ്ട് വെച്ചിട്ട് തരാം ഉള്ളൊരു ഐഡിയ. ഇതും കൊണ്ട് തന്നെയല്ല പോണത് എന്തായാലും. ഇട്ടിട്ട് വരുമ്പോൾ സമയം കഴിയും, അതുകൊണ്ട് ഇതും കൂടെ അങ്ങ് കൊണ്ടുപോകും. താഴ്ചടി കഴിഞ്ഞാൽ ഞാനാണേ. അല്ലടി, അതല്ല പോവാ. അതല്ല ഞാൻ പറഞ്ഞ, ആദ്യമേ സ്ക്രൂ ഡ്രൈവറിന്റെ കാര്യമല്ലേ നോക്കേണ്ടത്. വെപ്പങ്കി കൊണ്ട് താഴെ തന്നെ പോയേക്കാം. അയ്യ, വെപ്പങ്കി അല്ലാതെ ഇവിടെ താഴെ ഇട്ടേക്കാം. നമ്മൾ അറിഞ്ഞില്ല കൈസ് ഇവിടെ ഉണ്ടാവുമെന്ന്. ഇനി നമുക്ക് അവളെ എത്ര ആദ്യം നമ്മൾ പെട്ടെന്ന് ഇങ്ങോട്ട് പോണ സമയത്ത് ഇവിടെ പോയി കാർബേറ്റർ എടുത്ത് ഇവിടെ കൊണ്ടിട്ട്, അതായിരിക്കും നല്ലത്. അപ്പൊ ഇത് ഇവിടെ ഡ്രോപ്പ് ചെയ്തേക്ക്. ഇവിടെ അല്ലേ, ഇവിടെ ഡ്രോപ്പ് ചെയ്തേക്കാം. ഞാൻ വെപ്പനിക്ക് കിട്ടിയേണ്ട ഒരു ഈ വഴിയാ ഉണ്ടാവാറ് അല്ല. അടിപൊളി, ഈ വഴി ഉണ്ടാവും. നേരെ പോവല്ലേ? അയ്യോ, അവിടെ ഇല്ല. ഓടിപ്പോയി തയ്യാറെനിക്കോ. ഇവിടെ വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് എടുക്ക്. ഓക്കെ ഗൈസ്, ഈ സ്ക്രൂ ഡ്രൈവിനകത്താണ് നമ്മളെ ലക്ഷ്യം. ഓക്കെ, ഇത് നല്ലത് പാലൊക്കെ കീ എല്ലാം കിട്ടിയാൽ മതിയായിരുന്നു. സ്പാർക്ക് പ്ലഗ് നമുക്ക് ആവശ്യമുള്ളത്. ഇനി ഓടിപ്പോ ലെഫ്റ്റിലാ കയറ്. ഇതൊന്ന് തറയിൽ കളയില്ലേ? എനിക്കറിയാൻ തറയിൽ കളഞ്ഞാലുള്ള 2ാം നമ്പറാണ് നമ്മൾ തുറക്കേണ്ടത്. ചിലപ്പോൾ സ്പെഷ്യൽ കീന്ന് കിട്ടും, കാരണം ബേർഡ് സീഡൊക്കെ കിട്ടി. ഓക്കെ ഗൈസ്, അന്ന് സേഫ്റ്റി പോയതല്ലേ, അത് പോകാന്നായിരുന്നു നമ്മ പേടി. അവിടെ നിൽക്കുന്നത് കണ്ട. അങ്ങനെയാണെങ്കിൽ നമുക്കിത് കൊണ്ടുവച്ചിട്ട് ഒരാടി കണ്ട് ഗൈസ്, കണ്ട് അത് കണ്ട്. താഴെ പൊക്കോ. എന്നിട്ട് വെപ്പൻ കീയും കൂടി കൊണ്ടുപോവാ. വെപ്പൻ കീയും കൊണ്ട് താഴെ ഡ്രോപ്പ് ചെയ്തേക്ക്. എന്നിട്ട് നമുക്ക് താഴെ ചാടണം. എന്നിട്ട് ഈ കാറിന്റെ ബേക്ക് ഭാഗത്ത് ഒന്ന് നിൽക്കണം. അപ്പൊ ഗ്രാൻഡ് വരും. അങ്ങനെ കറങ്ങി തിരിച്ച് ഈ വെപ്പൻ കീയും കൊണ്ട് മണ്ടേ പോണം. എന്നിട്ട് വെപ്പൻ കീ വെച്ച് അവിടെ ഷൂട്ട് ചെയ്യാം. ഗ്രാനിയൊക്കെ കണ്ണുറന്ന് വേറെ അറിയോ നമ്മൾ എവിടെ പോയി? നമ്മൾ സ്പൈഡർ റൂമിൽ പോയി. ഓക്കെ ഗൈസ്, നമ്മൾക്ക് 2 നമ്പർ തുറന്ന് വെച്ചിട്ടാണ്. നമുക്കിനി സ്പെഷ്യൽ കീ എടുക്കാം. സ്പെഷ്യൽ കീ എടുത്തിട്ട് നമുക്ക് ഒരു ഗ്ലിച്ച് വേണ്ട, നീറ്റ് ഉണ്ട്, എന്നാലും നമുക്ക് ഗ്ലിച്ച് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാം.
ആദ്യം താഴെ ചെന്നിട്ട് ആ കാറിന്റെ ആ ബേക്ക് ഭാഗത്ത് നിൽക്കണം. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്. ഓടി പോടി, നമ്മൾ ഇല്ലാതാണ് ഇരിക്കണത്. നിനക്ക് ഇതാക്കാനൊന്നും പറ്റൂല. പാവം. എടാ നിനക്ക് പറ്റൂല, പറ്റത്തില്ല നിനക്ക്. പോ, വെറുതെ നാണം കെടാതെ പോ. ഇവക്ക് ഇപ്പൊ വിശ്വാസം ഇല്ലേ? വിശ്വാസക്കുറവുണ്ട് കേട്ടാ. ഇനിയിപ്പൊ തിരിയും. എന്നാലും നമ്മളെ കൈത്തൊക്കെ നമ്മൾ ലിഫ്റ്റ് തുറക്കുമെന്നുള്ള ഒരു ചിന്താഗതിയിലാണ് ഇവള്. കണ്ട, നല്ല സംശയമാണ് ഗൈസ്. എനിക്കിവിടെ പോവാൻ അറിയായിരുന്നത് ഗൈസ്, കറക്റ്റ് മനസ്സിലായി. കണ്ട, ഭയങ്കര സംശയക്കാരിയാണ് കേട്ടാ. ഓക്കെ, ഇനി നമുക്കുള്ള ഐഡിയ അറിയാം. നീ ചെയ്യോ? അത് ചെയ്തോ. കറക്റ്റ് വിളിക്കണം. മനസ്സിലായ? ഞാൻ പറഞ്ഞ മനസ്സിലായ? ആ സൗണ്ട് ആയിട്ട് വന്നോളൂ. ചിലപ്പോ എങ്ങനെ ഓടാൻ പറ്റിയില്ലെങ്കില് ഓടാൻ പറ്റും. അറിയാലോ സ്ഥലം. ഈ വൈകായി ഒന്നുമില്ല. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് ഈ ടെഡിയെ എടുത്തോണ്ട് ഗ്രാനിയെ വിളിക്കണം. പൊന്നമ്മ വന്ന് ഉച്ച സമയം. സ്പെഷ്യൽ കീയെ. ഓക്കെ ഗൈസ്, ഇവിടെ സ്പെഷ്യൽ കീ ആണ്. സ്പെഷ്യൽ കീ കൊണ്ട് നമുക്ക് പോകണം. കാർ ബാറ്ററി, പിന്നെ പാൻറ്റൊക്കെ കീ എവിടെയാണെന്ന് അറിഞ്ഞൂടാ. കാർ ബാറ്ററിയും പല്ലോക്കിയും കൂടി. സ്പെഷ്യൽ കീന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുമല്ലോ, അത് നല്ല ആവശ്യമുള്ളതായാൽ കൊള്ളാം. ചെയിൻ കട്ടർ കിട്ടിയാല് അതാണ്. ഓക്കെ ഗൈസ്, ഇപ്പൊ തന്നെ 1 മിനിറ്റ് ആയി. ഇതാണ് നമ്മുടെ വിളിച്ചിരുന്ന് എടുത്താ പോരെ. അങ്ങനെ പറഞ്ഞ രീതി ഇതെന്ത് കഷ്ടമാണ്. നമുക്ക് എന്ത് കിട്ടാനാണ്? ഇനി എവിടെ പോയി തിരക്കാൻ? സോറി, എന്ത് രീതി അതറിയാതെ വണ്ടിക്ക് ഇനിയിപ്പോ എന്നിട്ട് റോഡിൽ വരൂലേ? ഇത് പിടിച്ചോ കാണിക്കണ. ഗായ്സ്, അങ്ങനെ കുറെ മണിക്കൂറിന് ശേഷം എങ്ങനെയൊക്കെയോ തപ്പിപ്പിടിച്ച് നമുക്കൊരു വിഞ്ച് ഹാൻഡിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിലെന്തൊക്കെയാ കിട്ടുമോ നോക്കാം. ഇതില് കാർബേറ്ററി ആയാലും പിന്നെ പാലോക്ക് കീ എവിടെ നിന്ന് കിട്ടാനാണ്? ഞാൻ ഇത് വലിയ വലിയ സ്ഥലങ്ങളിലെത്തിയെന്ന് അമ്മേ തരികത് പ്ലാൻ കൊടുക്കണ്ടേ അവർക്ക്? ഓക്കെ ഗൈസ്, നമ്മൾ ഗ്രാനിക്ക് പിന്നീട്ട് പണികൾ കൊടുക്കുകയാണ്. പണി കൊടുത്തിട്ട് നമുക്ക് ഈ വിഞ്ച് ഹാൻഡ് എന്തെങ്കിലും വല്ലത് കിട്ടുമോ നോക്കാം. പക്ഷേ പിന്നെ ഫാനിലൊക്കെ കീയും കൂടി എവിടെ നിന്ന് കിട്ടുമെന്ന് അറിഞ്ഞൂടാ. എന്താ കഷ്ടമാണല്ലേ. ഡേ 2 ഈ പെണ്ണാണ് ആക്കിയത്, ഇല്ലെങ്കിൽ ഡേ 1 തന്നെ നമുക്ക് ജയിക്കായിരുന്നു. ഗൈസ്, ഗ്രാനി വരുന്നുണ്ട്. ഗ്രാനി വന്ന് കയറിയ ശേഷം നമുക്ക് ഗ്രാനി ഗെയിം എനിക്ക് സത്യത്തിൽ ഒട്ടും ഇഷ്ടമല്ല. പിന്നെ നിങ്ങളെല്ലാവരും പറഞ്ഞിട്ട് കളിക്കുന്നേ ഉള്ളൂ. ഞാനും പറഞ്ഞത് തന്നെ കേട്ടോ. അത് തന്നെ ഒട്ടും ഇഷ്ടമല്ല. ഏറ്റവും ഇഷ്ടം ഐസ്ക്രീം ആൻഡ് ബേബി ഇല്ലോ. ഞാൻ ഉദ്ദേശിച്ചതേ ഇവിടെ ഷോർട്ട് കണ്ട് ഇവിടെ വന്ന് ഗൈസ്, നമ്മൾ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്. എന്തരാണെന്ന് അറിഞ്ഞൂടെ. പാലോക്കി മിക്കവാറും പാലോക്ക് ആയിരിക്കുമല്ലേ? അതെ.
പാലൊക്കെ കിട്ടി. അപ്പോൾ അതും കൂടി കൊണ്ടാദ്യം വെച്ചിട്ട് പോവാം, എന്നിട്ട് ഈ ഷോർട്ട് ഗൺ വെച്ചിട്ട് എല്ലാം നോക്കാം. ഓക്കെ ഗൈസ്, പാലൊക്കെ കിട്ടി. അപ്പോൾ ഇനി നമുക്ക് കാർബേറ്റർ മാത്രം മതി ഗൈസ്, നമുക്ക് എസ്കേപ്പ് ആകാൻ പറ്റും. ഓക്കെ ഇനി ഗൈസ്, ഞാൻ ഷോർട്ട് ഗണ്ണിൻ്റെ പാർട്ട് നമുക്ക് സ്പൈഡർ ഉപയോഗിച്ചാൽ ഞാൻ കിട്ടിയത്. ഞാൻ തറയെ കഴിഞ്ഞപ്പോൾ അത് കാണാനില്ല, പിന്നെ ഇവിടെ വന്ന് കിടന്നതാണ്. അപ്പോൾ ഇതും കൂടി കൊണ്ട് വെച്ച ഷോർട്ട് ഗൺ ഫുള്ളായി. യെസ് നമുക്ക് ആ കാക്ക കുട്ടിന് എവിടെയെങ്കിലുമൊക്കെ പോയി നോക്കാം. ആ കാർബേറ്റർ എന്നുള്ള സാധനം കിട്ടിയാൽ കൊള്ളായിരുന്നു. നമ്മൾ എല്ലായിടത്തും അലഞ്ഞ് തിരിഞ്ഞ്. എനിക്ക് 2 മിനിറ്റ് ആവട്ടെ, അവിടെ വെടി വെച്ചിട്ട് പോവാം അല്ലേ? അത് വേണ്ട, അവിടെ കൊണ്ട് വെച്ചാൽ പോരെ. ഇതിൽ ഒരു അവിടെ ഇതുണ്ടല്ലോ, ഏത് ഫ്രീസ് ട്രാപ്പ്. 1 മിനിറ്റ് 55 ആയി ഇപ്പം തന്നെ. അവിടെ വെടി വെച്ചിട്ട് പോകണല്ലേ നല്ലത്. എടി 52 മിനിറ്റ് ആയി. എസ്കേപ്പ് ആയിട്ടാണ് ഇവിടെ എങ്ങനെയെങ്കിലും ഒന്ന് പോവാൻ മടുത്ത്. ഓക്കെ പെട്ടെന്ന് വെടി വെച്ചോ. അയ്യോ സമയം വെച്ചിട്ട്, സമയം വെച്ച് 4 5 6 7 8. ഓക്കെ ഗൈസ്, ഞാൻ ഇവിടെ കൊണ്ട് എവിടെയാണ് പോകണം നിങ്ങൾക്ക് അറിയായിരിക്കും. നമ്മൾ പോണത് കാക്കക്കൂട്ടിലാണ്. കാക്കക്കൂട്ടിൽ ഇന്നും വെച്ചെറിഞ്ഞു കൊടുക്കാം. ഞാൻ പറഞ്ഞില്ല കാർബേറ്റർ കിട്ടുമെന്ന്. എനിക്ക് ഒട്ടും വിചാരിച്ചില്ല. കൊണ്ടുവച്ചിട്ട് നമുക്ക് ഇപ്പൊ തന്നെ എസ്കേപ്പ് ആവാം. ഇത്ര എളുപ്പം. അപ്പൊ നമ്മളിങ്ങനെ എസ്കേപ്പ് ആവാൻ പോവുകയാണ്. പൊളിച്ച് സീന്. നമ്മൾ വിചാരിച്ച് എടുക്കണം. ആ ശരിയാ, കാർബേറ്റർ വെച്ച് അടച്ച് കാർക്കിയും കൂടി പോയെടുക്കും. ഗ്രാനി വരട്ടെ, എന്നിട്ട് എസ്കേപ്പ് ആവാം. ഗ്രാനി വരുമ്പോൾ ഓടിച്ചാൽ എസ്കേപ്പ് ആവുന്ന ചിലപ്പോൾ അങ്ങനെ തോറ്റാലേ. ഞാനിങ്ങനെ വരണ കേൾക്കും. ഇവിടെ കൂടെ എല്ലാം അടച്ചിട്ടുള്ളത് നമുക്ക്. ഓക്കെ ഗൈസ്, ഗ്രാനി വരുന്നുണ്ട്. ഇപ്പം വരും വരുന്നുണ്ട്. നമ്മളെ കാണും. കേറിക്കോ, കേറി. അവളെ നീ അടിച്ചിട്ടെന്ന് തോന്നുന്നു. ഓ ബേക്കിലല്ലേ ഉണ്ടായിരുന്ന. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ എസ്കേപ്പ്. എന്താണ് നോക്കിയിരിക്കണ? സഹിച്ചില്ലേ നമ്മൾക്ക്? അതാണ്. ഇനി വരത്തില്ല. ഇനി നമ്മൾ ഗ്രാനി 2 വരാം. ഈ വീഡിയോക്ക് ഇതുവരെ ലൈക്ക് അടിക്കാൻ തുടങ്ങിയ പെട്ടെന്ന് തന്നെ ലൈക്ക് ചെയ്യുക. നമുക്ക് വേണ്ട ലൈക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ട് 300 ലൈക്കാണ്. 300 ലൈക്ക് ആണെങ്കിൽ അപ്പം തന്നെ നമ്മൾ ഗ്രാനി 2 ചെയ്യുന്നതായിരിക്കും, ഇല്ലെങ്കിൽ ഐസ്ക്രീം മാൻ 2 ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇത്രയുള്ള വീഡിയോ ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ.